നമ്മുടെ കളക്ഷൻ ഓഫ് പോയട്രിയിലെ 7th പോയം ഐ നോ വൈ ദ കേസ്ഡ് ബേർഡ് സിങ്സ് ബൈ മായ ഏഞ്ചലു. അതാണ് ഇന്ന് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അപ്പോൾ ആദ്യം തന്നെ മായ ഏഞ്ചലുവിനെ പറ്റി നമുക്ക് പോയറ്റിനെ പറ്റി ഒന്ന് നമുക്ക് ഫെമിലിയർ ആവാം. ഷീ ഈസ് എ പവർഫുൾ ഫെമിനിസ്റ്റ് റൈറ്ററാണ്. സ്ത്രീകൾക്ക് വേണ്ടി എഴുതുന്ന ഒരു പോയറ്റാണ്, ഒരു റൈറ്ററാണ്. ആഫ്രോ അമേരിക്കൻ റൈറ്ററാണ്. ആഫ്രോ അമേരിക്കൻ എത്നിസിറ്റി എന്ന് പറയുന്നത് എന്താണെന്ന് നമുക്കറിയാം. സ്ലേവറി അബോളിഷ്ഡ് ആയതിനു ശേഷം അമേരിക്കയിൽ കണ്ടിന്യൂ ചെയ്തൊരു റേസ് ഉണ്ട്, ആഫ്രിക്കൻസിൻ്റെ ഒരു ഗ്രൂപ്പ്. അപ്പോൾ അവരവിടെ കണ്ടിന്യൂ ദേ വേ ദർ എക്സിസ്റ്റിംഗ് ദർ. അപ്പോൾ ആ ഒരു റേസിനെ ആഫ്രോ അമേരിക്കൻ ഗ്രൂപ്പ് എന്നാണ്, റേസ് എന്നാണ് അവരെ അറിയപ്പെടുക. അപ്പോൾ ഈവൻ ദോ ദ സ്ലേവറി വാസ് അബോളിഷ്ഡ് ദേ വേ കണ്ടിന്യൂസ്ലി എക്സ്പീരിയൻസിങ് ദ സെയിം ഡിസ്ക്രിമിനേഷൻസ് ഇൻ ദ സൊസൈറ്റി. അപ്പോൾ അതേ എല്ലാ തരത്തിലും അവർ ഒറ്റപ്പെടുകയും അല്ലെങ്കിൽ സഫർ ചെയ്യുകയും ഒക്കെ ചെയ്ത ഒരു കമ്മ്യൂണിറ്റി, ഒരു ഗ്രൂപ്പാണ്. അപ്പോൾ ആ ഒരു റേസിൽ പെടുന്ന ഒരാളായിരുന്നു മായ ഏഞ്ചലു. അപ്പോൾ അതുകൊണ്ട് തന്നെ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് വോട്ട് ഓൾ സഫറിങ്സ്, വോട്ട് ഓൾ ഡിസ്ക്രിമിനേഷൻസ് ഷി ഹാസ് ഫേസ്ഡ് ഇൻ ഹർ ലൈഫ്. അപ്പോൾ അതിൽ നിന്ന് തന്നെ ഇൻസ്പയർഡ് ആയിട്ട് എഴുതിയതാണ് മായ ഏഞ്ചലുവിൻ്റെ റൈറ്റിങ്സ് എല്ലാം തന്നെ. അപ്പോൾ ഓതറാണ്, പോയറ്റാണ്, സിവിൽ റൈറ്റ്സ് ആക്ടിവിസ്റ്റാണ്. മാർട്ടിൻ ലൂതർ കിങ് ജൂനിയർ, അതുപോലെ മാൽക്കോം എക്സ്, അമേരിക്കൻ ആക്ടിവിസ്റ്റ്, ഹ്യൂമൻ റൈറ്റ് ആക്ടിവിസ്റ്റുകളാണ്. അപ്പോൾ ഇവരുടെ കൂടെയൊക്കെ വർക്ക് ചെയ്തിട്ടുള്ള ആളാണ് മായ ഏഞ്ചലു. അപ്പോൾ ഈ പോയം തന്നെ മായ ഏഞ്ചലുവിനെ ഇത്രയും പ്രശസ്തിയാക്കിയത്, വേൾഡ് അക്ലെയിം കിട്ടാനുള്ള പ്രധാന കാരണം ഐ നോ വൈ ദ കേസ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ള ഈ പോയമാണ്. അപ്പോൾ ഈ പോയം എന്ന് പറയുന്നത് ഇറ്റ്സ് ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. She has written this poem from her own life experience. So she was having a traumatic childhood. Traumatic എന്ന് പറയുമ്പോൾ ഷോക്കിംഗ് ഓർ അൺപ്ലസൻ്റ് ആയിട്ടുള്ള ഒരു ചൈൽഡ്ഹുഡാണ് മായ ഏഞ്ചലു എക്സ്പീരിയൻസ് ചെയ്തത്. ബിക്കോസ് ഓഫ് ഹെർ ബിലോങ്ങിങ്, ആ കമ്മ്യൂണിറ്റി, ആ പെർട്ടിക്കുലർ റേസിൽ ഒരാളാണ് എന്നതുകൊണ്ട് തന്നെ സൊസൈറ്റിയിൽ അവർ അനുഭവിക്കേണ്ടി വന്ന ഡിസ്ക്രിമിനേഷൻസും ഒക്കെ അവരുടെ ചൈൽഡ്ഹുഡിനെ വളരെ അൺപ്ലസൻ്റ് ആക്കി മാറ്റിയിരുന്നു. അപ്പോൾ ഫ്രം ദാറ്റ് എക്സ്പീരിയൻസ് ഷി ഹാസ് റിട്ടൺ ദിസ് പോയം ആൻഡ് ദിസ് പെർട്ടിക്കുലർ പോയം ബ്രോട്ട് ഹെർ ഇൻ്റർനാഷണൽ റെക്കഗ്നിഷൻ. ഇപ്പോൾ എല്ലായിടത്തും അവർ അംഗീകരിക്കപ്പെട്ടതും ശ്രദ്ധിക്കപ്പെട്ടതും അവരുടെ ഈ ഒരു സ്വന്തം എക്സ്പീരിയൻസിൽ നിന്നുള്ള പോയത്തിലൂടെയാണ്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് it when we read the poem and we understand the poem. And I know why the caged bird sings. അപ്പോൾ ഈ പോയത്തിൻ്റെ ടൈറ്റിൽ ഓൾവേസ് ഇറ്റ് വിൽ ബി ആസ്ഡ്, എപ്പോഴും ചോദിക്കാറുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്, വാട്ട് ഈസ് ദ സിഗ്നിഫിക്കൻസ് ഓഫ് ദ ടൈറ്റിൽ. ഈ ടൈറ്റിലിൻ്റെ സിഗ്നിഫിക്കൻസ് എന്താണ്? ഹൗ ഇറ്റ് ഇസ് സ്യൂട്ടബിൾ ടു ദ പോയം, എന്തുകൊണ്ട് അത് പോയത്തിന് മാച്ചിങ് ആവുന്നു അല്ലെങ്കിൽ സ്യൂട്ടബിൾ ആവുന്നു എന്നുള്ളത്. സോ വി ക്യാൻ അണ്ടർസ്റ്റാൻഡ് ഒരു കേജ്ഡ് ബേർഡിനെ എന്തുകൊണ്ടാണ്, എനിക്കറിയാം എന്താണ് കേജ്ഡ് ബേർഡ്, എന്തിനാണ് പാടുന്നത് എന്ന് എനിക്കറിയാം. ഷീ ഈസ് സേയിങ് ഇറ്റ് ഫ്രം ഹെർ ഓൺ എക്സ്പീരിയൻസ്. ഷീ ഈസ് പ്രസൻറ്റിങ് ഹെർസെൽഫ് ആസ് എ കേജ്ഡ് ബേർഡ്. ഇവിടെ കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് ആഫ്രോ അമേരിക്കൻ ഗ്രൂപ്പിൻ്റെ, റേസിൻ്റെ ഒരു റെപ്രസെൻറ്റേറ്റീവ്, ഒരു സിമ്പിളാണ്. ആഫ്രോ അമേരിക്കൻസ് അനുഭവിക്കുന്ന ബുദ്ധിമുട്ടുകൾ, അവരനുഭവിച്ചിട്ടുള്ള ഡിസ്ക്രിമിനേഷൻസ്, റെസ്ട്രിക്ഷൻസ്, ഓപ്പറേഷൻ, ഇതിൻ്റെയൊക്കെ ഒരു സിംബോളിക്കായിട്ടാണ് കേജ്ഡ് ബേർഡ്, കൂട്ടിലടയ്ക്കപ്പെട്ട പക്ഷിയെ മായ ഏഞ്ചലു ഇവിടെ പ്രസൻറ്റ് ചെയ്യുക. അപ്പോൾ she as a part of that race, as a part of that group which was continuously suffering or experiencing the discriminations, she says that she can say why the caged bird is singing, because the only thing a caged bird can do is to sing. ഒരു caged birdനെ സംബന്ധിച്ച് അതിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് പാടുക എന്നുള്ളതാണ്, കരയുക എന്നുള്ളതാണ്. നത്തിങ് എൽസ് ഇറ്റ് കുഡ് ഡു. അതിന് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഇറ്റ് ഈസ് റെസ്ട്രിക്റ്റഡ്, ഇറ്റ്സ് മൂവ്മെൻറ്റ്സ് ആർ റെസ്ട്രിക്റ്റഡ്. അതിൻ്റെ മൂവ്മെൻറ്റ്സ് ഒക്കെ റെസ്ട്രിക്റ്റഡ് ആണ്, അതിന് വേറൊന്നും ചെയ്യാൻ പറ്റില്ല. ഇറ്റ് ക്യാൻ ഓൺലി സിങ്. സോ അതാണ് ഇവിടെ വാട്ട് ഷീ മീൻസ് ബൈ ദ ടൈറ്റിൽ. ആൻഡ് ഓൾസോ ഈ ടൈറ്റിൽ എന്ന് പറയുന്നത് മായ ഏഞ്ചലുവിൻ്റെ സ്വന്തമല്ല. ഷീ ഹാസ് ബോറോഡ് ദിസ് ലൈൻ ഫ്രം അനദർ പോയം ഫ്രം ഓഫ് അനദർ പോയറ്റ്, പോൾ ലോറൻസ് ഡൺബാർ എന്നൊരു പോയറ്റിൻ്റെ സിംപതി എന്ന പോയത്തിൻ്റെ 3rd സ്റ്റാൻസയിലെ ഒരു ലൈനാണ് ഐ നോ വൈ ദ കേജ്ഡ് ബേർഡ് സിങ്സ് എന്നുള്ളത്. സോ ആ ലൈൻ, ആ പോയം വായിച്ചിട്ട് ആ ലൈൻ ഷി വാസ് സ്ട്രക്ക് വിത്ത് ഇറ്റ്. അതിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ട് ആ ലൈൻ ഷീ ഹാസ് ബോറോഡ് ഇറ്റ്. അത് ബോറോ ചെയ്തിട്ടാണ് ഈ പോയം അതിനെക്കുറിച്ച് എഴുതിയിരിക്കുക. സോ ദാറ്റ്സ് വാട്ട് വി ഹാവ് ടു അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദ ടൈറ്റിൽ ഓഫ് ദ പോയം ഫസ്റ്റ്. ഷീ ഹാസ് പ്രസൻറ്റഡ് ഹെർസെൽഫ് ആസ് ദ കേജ്ഡ് ബേർഡ്, ഓർ ദിസ് കേജ്ഡ് ബേർഡ് ഈസ് എ സിംബൽ ഓഫ് ദ ആഫ്രോ അമേരിക്കൻസ് ഹു വെർ എക്സ്പീരിയൻസിങ് ഡിസ്ക്രിമിനേഷൻസ് ത്രൂ ഔട്ട് ദിയർ ലൈഫ്. ആൻഡ് ഇതിലെ തീംസ് എന്തൊക്കെയാണ്, ഈ പോയത്തിൽ നമ്മൾ കാണാൻ പോകുന്ന എന്തൊക്കെ കാര്യങ്ങളാണ് പ്രസൻറ്റ് ചെയ്തിരിക്കുന്നത്, ദ റെസ്ട്രിക്ഷൻസ്, എന്തൊക്കെ റെസ്ട്രിക്ഷൻസ് ആണ് ആഫ്രോ അമേരിക്കൻസ് അവരുടെ ലൈഫിൽ എക്സ്പീരിയൻസ് ചെയ്യുക, ആൻഡ് ദ ഒപ്രഷൻ ദാറ്റ് ദേ ഫെൽറ്റ്,
ആൻഡ് ദ ഡിസ്ക്രിമിനേഷൻസ്, എന്തൊക്കെ തരത്തിലെ വേർതിരിവുകൾ അവർക്ക് അനുഭവപ്പെട്ടു. ഡിസ്ക്രിമിനേഷൻസ് എന്ന് പറയുമ്പോൾ റേസിൻ്റെ പേരിലും ജെൻഡറിൻ്റെ പേരിലുമാണ്. വി ഹവ് ഓൾറെഡി സീൻ ദാറ്റ് Maya Angelou is a feminist writer. അപ്പോൾ particularly Afro-Americans were experiencing lot of discriminations from the society, and at the same time Afro-American ആണ്, അതുപോലെ തന്നെ she is a woman. ഒരു വുമൺ എന്ന നിലയിൽ അനുഭവപ്പെട്ടിരുന്ന ഡിസ്ക്രിമിനേഷൻസ് എന്തൊക്കെയാണ്. അപ്പം നോർമലി വി നോ ലോട്ട്സ് ഓഫ് ഡിസ്ക്രിമിനേഷൻസ് ആർ ദെയർ ഫോർ എ വുമൺ ഇൻ ദ സൊസൈറ്റി. അറ്റ് ദ സെയിം ടൈം ഷി വാസ് ബിലോങ്ങിങ് ടു ദ ആഫ്രോ അമേരിക്കൻ കമ്മ്യൂണിറ്റി. അപ്പോൾ ആ രണ്ട് രീതിയിലും ലോട്ട്സ് ഓഫ് പ്രോബ്ലംസ്, ലോട്ട്സ് ഓഫ് സഫറിങ്സ് ഷി ഹാഡ് അണ്ടർഗോൺ. അപ്പോൾ ഇതെല്ലാം കൂടെ ചേർത്തിട്ടാണ് ഷീ ഹാസ് ബീൻ റൈറ്റിംഗ് അബൌട്ട്. ആൻഡ് അതർ തീംസ് ആർ സ്ലേവറി, ഫ്രീഡം, ഇങ്ങനെ ഈ കാര്യങ്ങളൊക്കെ പോയത്തിൽ വരുന്നുണ്ട്. ആൻഡ് ദ പോയം ഇസ് ഓട്ടോബയോഗ്രഫിക്കൽ ഇൻ നേച്ചർ. So that's what we have to understand. Autobiographical ആണ് ഈ poem. ഇപ്പോൾ പോയത്തിൻ്റെ type of poem it is എന്ന് ചോദിച്ചാൽ we have to say this poem is autobiographical. She has written about her own experience up to the age of 17. 17 വയസ്സ് വരെ what she has experienced in her life. അവളുടെ ജീവിതത്തിൽ അവൾ അനുഭവിച്ച സഫറിങ്സും ഡിസ്ക്രിമിനേഷൻസും ഒക്കെയാണ് മായ ഏഞ്ചലോ ഈ പോയത്തിലൂടെ ഡിസ്ക്രൈബ് ചെയ്യുക. ആൻഡ് മെസ്സേജസ്, ഇപ്പോൾ ആദ്യമേ അതൊന്ന് പറഞ്ഞു പോകാൻ കാരണം വി ഹാവ് ടു കീപ്പ് ഇറ്റ് ഇൻ അവർ മൈൻഡ്. വാട്ട് ആർ ദ മെസ്സേജസ്, വാട്ട് ആർ ദ തിങ്സ് ദാറ്റ് ദ പോയറ്റ് ഇസ് ബ്രിങ്ങിങ് ഫോർത്ത്. എന്തൊക്കെ കാര്യങ്ങളാണ് പോയറ്റ് നമ്മുടെ മുൻപിലേക്ക് വെക്കുന്നത് ഈ പോയത്തിലൂടെ നമുക്ക് പ്രസൻറ്റ് ചെയ്യുന്ന ഐഡിയസ്, തീംസ് എന്തൊക്കെയാണ്, മെസ്സേജസ് എന്തൊക്കെയാണെന്നുള്ളത്. സോ ഒരു 3 കാര്യങ്ങൾ, ഇമ്പോർട്ടൻ്റ് എന്ന് തോന്നിയ 3 കാര്യങ്ങളാണ് ഇവിടെ മെൻഷൻ ചെയ്യുക. യു ഹാവ് ടു ലേൺ ഇറ്റ്. എന്തൊക്കെയാണ് ഈ പോയത്തെക്കുറിച്ച് പഠിക്കുമ്പോൾ തന്നെ ആ പോയം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മളോട് പറയുക എന്നുള്ളത് വി ഹാവ് ടു ലേൺ ഇറ്റ്. സോ വെൻ ദർ ഇസ് ഫ്രീഡം എവ്രി മൂമെൻറ്റ് ബിക്കംസ് ബ്ലിസ്ഫുൾ. ഫ്രീഡം ഉള്ളപ്പോൾ എല്ലാ മൂമെൻറ്റ്സും എൻജോയബിളാണ്, സൗന്ദര്യമുള്ളതാണ്. ഫ്രീഡത്തോടെയുള്ള, സ്വാതന്ത്ര്യത്തോടെയുള്ള ഓരോ പ്രവൃത്തിയും കാണാനായിട്ട് ഭംഗിയുണ്ട്. അതേസമയം റെസ്ട്രിക്ഷൻസ് ഉള്ളപ്പോൾ വി കനോട്ട് എൻജോയ് ഇറ്റ്. നമുക്കതൊരിക്കലും ആസ്വാദികരമായിട്ട് തോന്നില്ല, ലൈഫായാലും വാട്ട് എവർ ഇറ്റ് ഇസ്. സോ ദാറ്റ് ഇസ് എ വെരി ഫസ്റ്റ് തിങ് ദാറ്റ് ദ പോയറ്റ് ഇസ് പ്രസൻറ്റിംഗ്. വെൻ ദർ ഇസ് ഫ്രീഡം എവറി മൂവ്മെൻറ്റ് ബിക്കംസ് ബ്ലിസ്ഫുൾ. ഇൻ ദിസ് പോയം വി ക്യാൻ സീ 2 symbols. 2 സിമ്പിൾസ് ആണ് ഈ പോയറ്റ് പ്രസൻറ്റ് ചെയ്യുക. വൺ ഇസ് എ കേജ്ഡ് ബേർഡ്. ഓൾറെഡി വി ഹാവ് സീൻ ഒരു കേജ്ഡ് ബേർഡ് ഉണ്ട്, കൂട്ടിൽ അടയ്ക്കപ്പെട്ട ഒരു പക്ഷി. അതേസമയം ജീവിതത്തിൻ്റെ മറ്റൊരു വശം കൂടി പോയറ്റ് അവിടെ പ്രസൻറ്റ് ചെയ്യുന്നുണ്ട്. ഫ്രീ ബേർഡ് ഈസ് ഓൾസോ ദെയർ. അപ്പോൾ ഫ്രീ ബേർഡ് എന്ന് പറയുന്നത് വൈറ്റ് മാൻ്റെ റെപ്രസെൻറ്റേറ്റീവ് ആണ്, സിമ്പിളാണ്. അതേസമയം കേജ്ഡ് ബേർഡ് എന്ന് പറയുന്നത് ആഫ്രോ അമേരിക്കൻസിൻ്റെ റെപ്രസെൻറ്റേറ്റീവുമാണ്. അപ്പോൾ 2 തരം ജീവിതം അമേരിക്കയിൽ ഉണ്ടായിരുന്ന 2 ടൈപ്പ് ഓഫ് ലൈഫ്. വൈറ്റ് മാൻ്റെ ലൈഫും ആഫ്രോ അമേരിക്കൻസിൻ്റെ ലൈഫ് എന്ന് പറയുന്നത് ഇറ്റ് വാസ് ടോട്ടലി എൻറ്റയർലി ഡിഫറെൻറ്റ്. സോ ദാറ്റ്സ് വാട്ട് ദ പോയറ്റ് ട്രൈസ് ടു കൺവേ. അപ്പോൾ ആ 2 ബേർഡ്സിനെ പ്രസൻറ്റ് ചെയ്യുന്നതിലൂടെ, ഒരു കേജ്ഡ് ബേർഡും ഒരു ഫ്രീ ബേർഡും, ഫ്രീ ബേർഡിൻ്റെ മൂവ്മെൻറ്റ്സ് ഇറ്റ് ഇസ് ഓൾവേസ് ബ്ലിസ്ഫുൾ ആൻഡ് എൻജോയബിൾ ബിക്കോസ് ഇറ്റ് ഇസ് എൻജോയിങ് ഫ്രീഡം. ഫ്രീഡം എൻജോയ് ചെയ്യുന്നത് കൊണ്ട് ഫ്രീ ബേർഡിൻ്റെ മൂവ്മെൻറ്റ്സ് ഓരോന്നും എൻജോയബിളാണ്, കാണുന്നവർക്ക് അത് വളരെ ഭംഗിയുള്ളതായിട്ട് തോന്നുന്നു. ബിക്കോസ് ദ നേച്ചർ, ദ എൻറ്റയർ സ്കൈ ഈസ് ഇറ്റ്സ് ഓൺ. ഭൂമി മുഴുവനും, പ്രപഞ്ചം മുഴുവനും, ആകാശം മുഴുവനും അതിന് സ്വന്തമാണ്. സോ ഇറ്റ് ക്യാൻ എൻജോയ് ഇറ്റ്സ് ഓൺ ആക്ഷൻസ്, ഇറ്റ്സ് ഓൺ മൂവ്മെൻറ്റ്സ്, ആൻഡ് ദോസ് ഹു വിറ്റ്നസ് ഇറ്റ്, ദോസ് ഹു സീ ഇറ്റ് വിൽ ഓൾസോ ഫീൽ ദ സെയിം. നമുക്ക് കാണുമ്പോഴും അത് എൻജോയബിളായിട്ട് തോന്നുന്നു. ജസ്റ്റ് ബിക്കോസ് ദർ ഈസ് ഫ്രീഡം, അവിടെ സ്വാതന്ത്ര്യമുള്ളതുകൊണ്ട് എവറി മൂമെൻറ്റ് ബിക്കംസ് ബ്ലിസ്ഫുൾ ആൻഡ് എൻജോയബിൾ. ആൻഡ് ദ നെക്സ്റ്റ് തിങ്, വോയിസ് ഓഫ് ദ ഒപ്രസ്ഡ് കനോട്ട് ബി സപ്രസ്ഡ്. നമുക്ക് ആളുകളെ അടിച്ചമർത്താൻ പറ്റും, പക്ഷേ അവരുടെ സ്വരത്തെ നമുക്ക്, അവരുടെ കരച്ചിലിനെ അല്ലെങ്കിൽ അവർക്ക് സ്വാതന്ത്ര്യത്തിന് വേണ്ടിയുള്ള അവരുടെ വിളിയെ ഒരിക്കലും അടിച്ചമർത്തി വെക്കാൻ പറ്റില്ല എന്നൊരു കാര്യം കൂടി മായ ഏഞ്ചലോ ഇവിടെ പറയുന്നുണ്ട്. ഷീ ഈസ് സേയിങ് ദാറ്റ് ദ കേജ്ഡ് ബേർഡ്, ദ ഓൺലി തിങ് ഫോർ ദ ബേർഡ് ഇസ് ടു സിങ്. Because its movement is restricted, it cannot do anything else. The only thing it could do is to sing, open its mouth and to sing. ഒരു കേജ്ഡ് ബേർഡിനെ സംബന്ധിച്ച് അതിന് ചെയ്യാൻ പറ്റുന്ന ഏക കാര്യം എന്ന് പറയുന്നത് പാടുക, ഉച്ചത്തിൽ കരയുക, നിലവിളിക്കുക, സ്വാതന്ത്ര്യത്തിന് വേണ്ടി കരയുക എന്നുള്ളത് മാത്രമാണ്. സോ ദ വോയിസ് ഓഫ് ദ ഒപ്രസ്ഡ് കനോട്ട് ബി സപ്രസ്ഡ്. അടിച്ചമർത്തപ്പെട്ടവരുടെ സ്വരത്തെ നമുക്ക് തടഞ്ഞു വെക്കാനായിട്ട് പറ്റില്ല. ദേ വിൽ ഓൾവേസ് ക്രൈ ഫോർ ഇറ്റ്, ഓൾവേസ് ക്രൈ ഫോർ ഫ്രീഡം. ആൻഡ് ദ ലാസ്റ്റ് പോയിന്റ് ഇസ് ഹോപ്പ് ലൈസ് എറ്റേണൽ. പ്രതീക്ഷ എപ്പോഴും അവസാനിക്കാത്തതായിട്ട് നിലനിൽക്കുന്നു. വാട്ട് എവർ തിങ്സ് ഹാപ്പൻ ടു അവർ ലൈഫ്, വാട്ട് എവർ നെഗറ്റീവ് തിങ്സ് ഹാപ്പൻ ടു അവർ ലൈഫ്, ഹോപ്പ് ഇസ് ഓൾവേസ് എ. വി ക്യാൻ ഹോപ്പ് ഫോർ ദ ബെസ്റ്റ്. നമുക്ക് എപ്പോഴും നല്ലതിന് വേണ്ടി പ്രതീക്ഷിക്കാൻ പറ്റും. പ്രതീക്ഷ എപ്പോഴും നിലനിൽക്കുന്ന ഒന്നാണ്. സോ ഹോപ്പ് ലൈസ് എറ്റേണൽ. ഫോർ ദ കേജ്ഡ് ബേർഡ് ഓൾസോ ഇറ്റ് കണ്ടിന്യൂസ് ടു ബി desiring for the best things to happen. It continues to for the best things to happen in his life. That's what we can see in the poem. So these 3 are the important messages that the poet convey through the poem. Now let's come to the poem. As we have already seen,
there are two symbols present in the poem. നമ്മൾ പറഞ്ഞിരുന്നു ഒരു ഫ്രീ ബേർഡ് ഉണ്ട്, അതുപോലെ ഒരു കേജ്ഡ് ബേർഡും. വൺ ഈസ് എ റെപ്രസെൻറ്റേറ്റീവ് ഓർ ദ സിമ്പിൾ ഓഫ് ദ Afro-Americans and the other is a white man who is enjoying freedom. And here in the first stanza we can see the free bird. The free bird in the movements നമ്മൾ പറഞ്ഞിരുന്നു, when there is freedom, when there is no restriction, every movement becomes blissful and enjoyable. ഫ്രീഡം ഉള്ളപ്പോൾ, റെസ്ട്രിക്ഷൻസ് ഇല്ലാത്തപ്പോൾ ഓരോ മൂവ്മെൻറ്റ്സും വളരെ ഭംഗിയായിട്ട് നമുക്ക് തോന്നും. അതുപോലെയാണ് ഇവിടെ ഫ്രീ ബേർഡിൻ്റെ മൂവ്മെൻറ്റ്സും എന്നാണ് പോയിറ്റ് പറയുക. എ ഫ്രീ ബേർഡ് ലീവ്സ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ്. സോ നേച്ചറിൽ എങ്ങനെയാണ് ആ ഫ്രീ ബേർഡ് മൂവ് ചെയ്യുന്നത്? ഇറ്റ് ഈസ് മൂവിങ് ടുവേർഡ്സ് എ ഡിറക്ഷൻ ഓഫ് ദ വിൻഡ്. കാറ്റിനൊപ്പം അത് സഞ്ചരിക്കുകയാണ്. കാറ്റിൻ്റെ പുറത്ത് കയറി അത് സഞ്ചരിക്കുന്നത് പോലെ ഇറ്റ് ഈസ് മൂവിങ് ഓൺ ദ ലീപ്പിംഗ് ഓൺ ദ ബാക്ക് ഓഫ് ദ വിൻഡ് ആൻഡ് ഫ്ലോട്ട്സ് ഡൗൺ സ്ട്രീം ടിൽ ദ കറന്റ് എൻഡ്സ്. And it is moving along with the river, along with the water towards the mouth of it. അപ്പോൾ റിവറിൻ്റെ മൗത്തിലേക്ക് അത് വെള്ളത്തിനൊപ്പം അത് ഒഴുകി പോകുന്നത് പോലെ പറക്കുകയാണ്. സോ ഇറ്റ്സ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ നേച്ചർ ദാറ്റ് ഇസ് അറൗണ്ട് ഇറ്റ്. അതിൻ്റെ ചുറ്റുമുള്ള ഓരോന്നിനെയും അത് അങ്ങേയറ്റം എൻജോയ് ചെയ്യുന്നു. ആൻഡ് ഇറ്റ്സ് ഡിപ്സ് ഇറ്റ്സ് വിങ് ഇൻ ദ ഓറഞ്ച് സൺ റേസ് ആൻഡ് ഡെയർസ് ടു ക്ലെയിം ദ സ്കൈ. ഈ സൺറൈസ് എന്ന് പറയുന്നത് വി നോ ഇറ്റ് ഈസ് ദ സിമ്പിൾ ഓഫ് ബ്രൈറ്റ്നസ്, ദ ഹാപ്പി സൈഡ് ഓഫ് ലൈഫ് അല്ലേ. സൺലൈറ്റ് എന്ന് പറയുന്നത്, സൺറൈസ് എന്ന് പറയുന്ന വാംത്താണ്, ഇൻഡിക്കേറ്റിംഗ് വാംത്. ദാറ്റ് ഇസ് ദ ഇൻഡിക്കേഷൻ ഓഫ് ലൈഫ്, ജീവിതത്തിൻ്റെ അല്ലെങ്കിൽ സന്തോഷത്തിൻ്റെ ബ്രൈറ്റ്നസ് ആയിട്ടുള്ള കാര്യങ്ങളുടെയൊക്കെ സിമ്പിളാണ് സൺറൈസ് എന്ന് പറയുന്നത്. ആൻഡ് ദ ഓറഞ്ച് കളർ ഇസ് ഓൾസോ ഷോയിങ് ദ ബ്രൈറ്റ് സൈഡ് ഓഫ് ലൈഫ്. ബ്രൈറ്റ്നസ് ആണ് ഓറഞ്ച്, റെഡ് കളേഴ്സ് എന്നൊക്കെ പറയുന്നത്. ഇറ്റ് ഷോസ് ദ ബ്രൈറ്റ്നസ് ഓർ ദ ഹാപ്പി ഫേസ് ഓഫ് ലൈഫ്. അപ്പോൾ ഇവിടെ ഇറ്റ് ഇസ് ഡിപ്പിംഗ് ഇറ്റ്സ് വിങ്സ്. സൺറൈസ് അത് എൻജോയ് ചെയ്യുകയാണ്. ദ വാംത് ഓഫ് ദ സൺ ഇറ്റ് ഇസ് എൻജോയിങ് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ലൈക്ക് ഡിപ്പിംഗ് ഇറ്റ്സ് വിങ്സ് ഇൻ ദ ഓറഞ്ച് സൺറൈസ്. ഇറ്റ്സ് ഡിപ്പിംഗ് ദ വിങ്സ്, അത് മുക്കിയെടുക്കുന്നു സൺറൈസിൽ എന്ന് പറയുമ്പോൾ ഇറ്റ്സ് എൻജോയിങ് ഫ്രീഡം ടു ദ പീക്സ്. മാക്സിമം അത് അതിൻ്റെ ഫ്രീഡം എൻജോയ് ചെയ്യുകയാണ്. ആൻഡ് ഡെയർസ് ടു ക്ലെയിം ദ സ്കൈ. ഇറ്റ്സ് എൻജോയിങ് along with the water, along with the wind and the sun. The things that are free, that is there existing in the nature, that is enjoying its freedom along with the other things. So by this it is daring to claim the sky. It is having the courage to claim the sky. Claim the sky means it's saying that the sky is its own. ഈ ആകാശം മുഴുവൻ എൻ്റേതാണ് എന്ന് പറയാനുള്ള ധൈര്യം ആ ഫ്രീ ബേർഡിനുണ്ട്. ബിക്കോസ് ഇറ്റ്സ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് ഇൻ നേച്ചർ. സോ ദാറ്റ്സ് വാട്ട് വി ക്യാൻ സീ ഇൻ ദ ഫസ്റ്റ് സ്റ്റാൻസർ. ദ ഫ്രീ ആൻഡ് ബ്യൂട്ടിഫുൾ മൂവ്മെൻറ്റ്സ് ഓഫ് ദ ഫ്രീ ബേർഡ്. ആൻഡ് ഇറ്റ്സ് എൻജോയിങ് എവറിത്തിങ് അറൗണ്ട് ഇറ്റ് ആൻഡ് ഇറ്റ്സ് ക്ലെയിമിങ് ദാറ്റ്, saying that the sky as its own. In the second stanza of the poem, the poet presents the pitiable condition of the caged bird. In the first stanza, we have seen the free bird, the movements of the free bird, and next the poet presents the pitiable condition and the sufferings, the discrimination of the that is experienced by the caged bird. അപ്പോൾ ഈ സ്റ്റാൻസയിൽ നമുക്ക് കാണാൻ പറ്റുന്നത് കേജ്ഡ് ബേർഡിൻ്റെ കണ്ടീഷൻ എന്താണ്, എങ്ങനെയാണ് കേജ്ഡ് ബേർഡ് അതിൻ്റെ ലൈഫ് എക്സ്പീരിയൻസ് ചെയ്യുന്നത് എന്നുള്ളതാണ്. ബട്ട് എ ബേർഡ് ദാറ്റ് സ്റ്റോക്സ് ഡൗൺ ഇസ് നാരോ കേജ് ക്യാൻ സെൽഡം സീ ത്രൂ ഹിസ് ബാർസ് ഓഫ് റേജ്. സോ വെൻ ദ ഫ്രീ ബേർഡ് ഇസ് എൻജോയിങ് ഈച്ച് ആൻഡ് എവറിത്തിങ് ദാറ്റ് ഇസ് അറൗണ്ട് ഇറ്റ്, ദ കേജ്ഡ് ബേർഡ് as in its narrow cage. Narrow, the word narrow itself shows the limitation or the restriction that the caged bird is experiencing. Narrow എന്ന വാക്ക് തന്നെ അതിൻ്റെ റെസ്ട്രിക്ഷൻസ്, അതിനെ ലിമിറ്റഡ് ആയിട്ട് അതിന് കിട്ടുന്ന ലൈഫ്, അതിൻ്റെ എക്സ്പീരിയൻസ് എന്നുള്ളതാണ് അവിടെ ഉദ്ദേശിക്കുക. ആൻഡ് ദ ബേർഡ് ഈസ് ദെയർ ഇൻ ഇറ്റ്സ് നാരോ കേജ് ആൻഡ് ഇറ്റ് ക്യാൻ സെൽഡം സീ ത്രൂ ഹിസ് ബാർസ് ഓഫ് റേജ്. ഇറ്റ് ഈസ് ലിമിറ്റഡ് ഇൻ ഇറ്റ്സ് വിഷൻ ഓൾസോ. അതിൻ്റെ കാഴ്ചകൾ പോലും മറയ്ക്കപ്പെട്ടിരിക്കുന്നു. ഇറ്റ് ക്യാൻ സെൽഡം സീ, സെൽഡം മീൻസ് റെയർലി, കാണാനേ കഴിയുന്നില്ല. സീ ത്രൂ ദ ബാർസ് ഓഫ് റേജ്. റേജ് എന്ന വേർഡ് ആക്ച്വലി ഇറ്റ് മീൻസ് ആങ്കർ, ദേഷ്യം എന്നുള്ളതാണ്. വൈ ദ ബേർഡ് ഫീൽസ് ആംഗ്രി or feel to be in anger? It is because it is feeling discriminations. ആ ബാർസ് എന്ന് പറയുന്നത്, കേജിൻ്റെ അഴികൾ എന്ന് പറയുന്നത്, അത് അനുഭവിക്കുന്ന ഡിസ്ക്രിമിനേഷൻസ് ആണ്. ദ ബാർസ് show the discriminations that the bird is experiencing in its life. അതിൻ്റെ ജീവിതത്തിൽ അത് അനുഭവിക്കുന്ന വേർതിരിവുകൾ, ഡിസ്ക്രിമിനേഷൻസ് ആണ് അതിൻ്റെ കൂട്ടിൻ്റെ അഴികൾ എന്ന് പറയുന്നത്. സോ ത്രൂ ദാറ്റ് bars it cannot see the outer world. ആ ബാസിനിടയിൽ കൂടി അതിന് പുറം ലോകത്തിൻ്റെ കാഴ്ച വളരെ ലിമിറ്റഡ് ആണ്, റെസ്ട്രിക്റ്റഡ് ആണ്. സോ ദാറ്റ്സ് വാട്ട് ദ പോയറ്റ് സേസ് ഹിയർ. ഇറ്റ് ക്യാൻ സെൽഡം സീ ത്രൂ ദ ബാർസ് ഓഫ് റേജ്, ദ ഡിസ്ക്രിമിനേഷൻ. ഇറ്റ് മേക്സ് ഹിം ആംഗ്രി ആൻഡ് ഇറ്റ് cannot see through it well. And his wings are clipped and his feet are tied, so he opens his throat to sing. ഇനി കുറച്ചുകൂടെ വളരെ മോശമാണ് അതിൻ്റെ അവസ്ഥ എന്നാണ് വീണ്ടും പോയിട്ട് പറയുക.
Not only it is caged but also its wings are clipped. It's not able to fly. അതിന് കൂട്ടിലാണ്. അത് മാത്രമല്ല അതിൻ്റെ വിങ്സ് ക്ലിപ്പ് ചെയ്തിരിക്കുകയാണ്. ഹിസ് ഫീറ്റ് ആർ ടൈഡ്. അതിൻ്റെ കാലുകൾ കെട്ടിയിട്ടിരിക്കുകയാണ്. ഒരു തരത്തിലുള്ള മൂവ്മെൻറ്റ്സും അതിന് അനുവദിച്ചിട്ടില്ല. ഇറ്റ് ഇസ് നോട്ട് അലൗഡ് ടു ഹാവ് എനി കൈൻഡ് ഓഫ് മൂവ്മെൻറ്റ്. ഈവൻ ദോ ഇറ്റ് ഇസ് ഇൻസൈഡ് ദ കേജ്, ഇറ്റ് കനോട്ട് ഈവൻ മൂവ് ഇൻസൈഡ് ദ കേജ്. ഇറ്റ്സ് ഫീറ്റ് ആർ tied and its wings are clipped, and the only thing the caged bird could do is to open its mouth and sing. ഒറ്റ കാര്യം ഈ caged bird ചെയ്യാൻ പറ്റുന്നതെന്ന് പറയുന്നത് ഇറ്റ് ക്യാൻ സിങ് അലൗഡ്. ഒച്ചത്തിൽ പറയുക, നിലവിളിക്കുക, കരയുക എന്നുള്ളത് മാത്രമാണ് caged bird ചെയ്യാൻ പറ്റുന്ന കാര്യമെന്ന്. സോ ദ pathetic and the pitiable condition of the caged bird is presented in the second stanza of the poem. And the third stanza, the caged bird sings with fearful trill. Again the poet is talking about the condition of the caged bird. അതിനെ ആകെ ചെയ്യാൻ പറ്റുന്ന കാര്യം പാടുക എന്നുള്ളതാണെന്ന് പറഞ്ഞു. ഇനി ഹൗ ഇറ്റ് സിങ്സ്, എങ്ങനെയാണ് അതിൻ്റെ പാട്ട് എന്നുള്ളതാണ് പോയറ്റ് തേർഡ് സ്റ്റാൻസയിൽ പറയുക. ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് ഫിയർഫുൾ ട്രിൽ ഓഫ് തിങ്സ് അൺനോൺ. ഇറ്റ് ഇസ് സിംഗിങ് വിത്ത് എ സൗണ്ട് വിച്ച് ഇസ് ഫിൽഡ് വിത്ത് ഫിയർ. അതിൻ്റെ സൗണ്ട് ഭയം നിറഞ്ഞതാണ്. അത് വളരെ ഫ്രീ ആയിട്ടല്ല പാടുന്നത്. ഇറ്റ് സൗണ്ട് ഇസ് ഫിൽഡ് വിത്ത് ഫിയർ ആൻഡ് ഇറ്റ് ഇസ് എൻ അൺപ്ലസൻറ്റ് ആൻഡ് ഹൈ ടോൺ. ഷ്രിൽ മീൻസ് an unpleasant and high sound, high tone എന്നാണ്. അപ്പോൾ ഒരു അൺപ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ്, ഫിയർഫുൾ ആയിട്ടുള്ളൊരു സൗണ്ടിലാണ് ഈ കേജ്ഡ് ബേർഡ് പാടുന്നത്. ആൻഡ് അബൌട്ട് വാട്ട് ഇറ്റ് ഇസ് സിംഗിങ്, ഇറ്റ്സ് അബൌട്ട് തിങ്സ് ദാറ്റ് ആർ അൺനോൺ ടു ഇറ്റ്. ദ തിങ്സ് ദാറ്റ് ആർ ഇൻ നേച്ചർ. അത് ആഗ്രഹിക്കുന്ന ഫ്രീഡം എന്ന് പറയുന്നത് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇറ്റ് ഹാസ് നെവർ എക്സ്പീരിയൻസ്ഡ് ഇൻ ഇറ്റ്സ് ലൈഫ്. ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ലാത്ത, അതിനെ സംബന്ധിച്ച് അൺനോൺ ആയിട്ടുള്ള കാര്യങ്ങളെക്കുറിച്ചാണ് അത് പാടുക. വാട്ട് ഈസ് ദാറ്റ്? ഇറ്റ്സ് ഓൺലി അബൌട്ട് freedom. So for a caged bird, the thing it sings about is freedom. അതിന് വേണ്ടത് ഫ്രീഡമാണ്, അതിനെക്കുറിച്ചാണ് അത് പാടുന്നത്. ആൻഡ് വാട്ട് അബൌട്ട് ഫ്രീഡം ഫോർ ദ ബേർഡ്? ഇറ്റ് ഇസ് സംതിങ് ദാറ്റ് ഇസ് അൺനോൺ ടു ഇറ്റ് ആൻഡ് ഇറ്റ്സ് സംതിങ് ദാറ്റ് ഇസ് നോട്ട് അറ്റ് ഓൾ എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്. ഇതുവരെ അത് അനുഭവിച്ചിട്ടില്ലാത്ത, അറിഞ്ഞിട്ടില്ലാത്ത കാര്യത്തെക്കുറിച്ചാണത് പാടിക്കൊണ്ടിരിക്കുക. ബട്ട് ലോങ്ഡ് ഫോർ സ്റ്റിൽ, ഈവൻ ദോ ഇറ്റ് ഇസ് അൺനോൺ ടു ഇറ്റ്, ഈവൻ ദോ ഇറ്റ് ഇസ് നോട്ട് എക്സ്പീരിയൻസ്ഡ് ബൈ ഇറ്റ്, ടിൽ ഇറ്റ് ഇസ് ലോങ്ങിങ് ഫോർ ഇറ്റ് സ്റ്റിൽ. ഇപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന ആ ഫ്രീഡത്തിനാണ്. ഇതുവരെ അറിഞ്ഞിട്ടില്ല, ഇതുവരെ എക്സ്പീരിയൻസ് ചെയ്തിട്ടില്ല, ബട്ട് സ്റ്റിൽ ഇറ്റ് ഇസ് ഡിസയറിങ്, ലോങ്ങിങ് ഫോർ ദ ഫ്രീഡം. ആ ഫ്രീഡത്തിന് വേണ്ടിയാണ് അത് ഇപ്പോഴും ലോങ് ചെയ്യുക, ഡിസയർ ചെയ്യുന്നത്, ആഗ്രഹിക്കുന്നത്. ആൻഡ് ദിസ് ട്യൂൺ ഈസ് ഹേർഡ്. ഇനി ഇങ്ങനെ പാടുന്ന ആ കേജ്ഡ് ബേർഡിൻ്റെ സൗണ്ട്, ഒച്ച എന്ന് പറയുന്നത്, ഇറ്റ് ഈസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റൻറ്റ് ഹിൽ ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം. ദൂരെയുള്ള ഹിൽസിൽ വരെ അതിൻ്റെ സൗണ്ട് എക്കോ ചെയ്യുന്നു, മുഴങ്ങി കേൾക്കുന്നു. ബിക്കോസ് the bird is singing for freedom. So how much powerful freedom is എന്നാണ് പോയിറ്റ് ഇവിടെ പറയുന്നത്. സ്വാതന്ത്ര്യം എന്നത് എത്രമാത്രം ശക്തിയുള്ളതാണ്, പവർഫുൾ ആണ് എന്നാണ് പോയിറ്റ് പറയുക. ബിക്കോസ് ഈവൻ ദോ ഇറ്റ് ഇസ് കേജ്ഡ്, ഈവൻ ദോ ഇറ്റ്സ് വിങ്സ് ആർ ക്ലിപ്ഡ്, ഈവൻ ദോ ഇറ്റ്സ് ഫീറ്റ് ആർ ടൈഡ്, ഇറ്റ്സ് സൗണ്ട് കുഡ് ബി ഹേർഡ് ഈവൻ ഇൻ ദ ഡിസ്റ്റൻറ്റ് ഹിൽസ്. അകലെയുള്ള മലകളിൽ പോലും, കുന്നുകളിൽ പോലും ഈ കേജ്ഡ് ആയിട്ടുള്ള ബേർഡിൻ്റെ സൗണ്ട് എക്കോ ചെയ്യുന്നു. ബിക്കോസ് ദാറ്റ് മച്ച് ഇറ്റ് ഈസ് ഡിസയറിങ്, ദാറ്റ് മച്ച് ഇറ്റ് ഈസ് ലോങ്ങിങ് ഫോർ ഫ്രീഡം. അത്രയ്ക്ക് പവർഫുള്ളാണ് അതിൻ്റെ വോയിസ്. കാരണം അത് ഹൈ പിച്ചിലാണ്, ഹൈ അൺപ്ലസൻറ്റ് സൗണ്ടിലാണ് അത് പാടുക. അതുകൊണ്ട് അത് ദൂരെ വരെ മുഴങ്ങി കേൾക്കുന്നു. വാട്ട് ദ പോയറ്റ് മീൻസ് ഹിയർ വി ഹാവ് സെഡ് വൺ ഓഫ് ദ മെസ്സേജസ് ദാറ്റ് വി ഹാവ് ഗോൺ ത്രൂ. എന്താണ്? ദ വോയിസ് ഓഫ് ദ സപ്രസ്ഡ്, ഒപ്രസ്ഡ് കനോട്ട് ബി സപ്രസ്ഡ്. അടിച്ചമർത്തപ്പെട്ടവൻ്റെ ശബ്ദത്തെ നമുക്കൊരിക്കലും ഒതുക്കി വെക്കാൻ പറ്റില്ല. ദ വോയിസ് ഓഫ് ദ ഒപ്രസ്ഡ് കനോട്ട് ബി സപ്രസ്ഡ്. ആ ഒരു പോയിൻ്റാണ് പോയിറ്റ് ഇവിടെ കൺവേ ചെയ്യുക. എപ്പോഴും അതിൻ്റെ സൗണ്ട്, അത് കേജ്ഡ് ആണെങ്കിലും ദറ്റ് സൗണ്ട് കുഡ് ബി ഹേർഡ് ഈവൻ ഇൻ ദ ഡിസ്റ്റൻറ്റ് ഹിൽസ്. ദ പവർ ഓഫ് ഫ്രീഡം is mentioned here. How much powerful freedom is. So the second and third stanza mentioned about the caged bird, and in the next stanza, fourth stanza, we can see again the free bird. First stanza കഴിഞ്ഞിട്ട് fourth stanzaയിലാണ് again free birdനെ പറ്റി പോയിട്ട് പിന്നെ പറയുക. അപ്പോൾ caged bird എന്തൊക്കെ സഫർ ചെയ്യുന്നു, അതെന്താണ് ചെയ്തുകൊണ്ടിരുന്നത്, അതിൻ്റെ പിറ്റിയബിൾ കണ്ടീഷൻ എങ്ങനെയാണെന്ന് പറഞ്ഞതിന് ശേഷം ഫ്രീ ബേർഡ് എങ്ങനെ ലൈഫിനെ എൻജോയ് ചെയ്യുന്നു എന്ന് വീണ്ടും പോയിട്ട് മെൻഷൻ ചെയ്യുകയാണ്. ദ ഫ്രീ ബേർഡ് തിങ്സ് ഓഫ് അനദർ ബ്രീസ്. കേജ്ഡ് ബേർഡ് ഇവിടെ സഫർ ചെയ്തുകൊണ്ടിരിക്കുന്നു, കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഫ്രീ ബേർഡ് എന്താ ചെയ്യുക? ഇറ്റ് ഈസ് തിങ്കിങ് ഓഫ് അനദർ ബ്രീസ്. ഇനിയും അടുത്ത കാറ്റ് വരാനും അതിനെ എൻജോയ് ചെയ്യാനുമായിട്ട് അതവിടെ വെയിറ്റ് ചെയ്യുകയാണ്. ആൻഡ് ദ ട്രേഡ് വിൻസ് മീൻസ് ദ ബ്ലോയിങ് വിൻഡ് സോഫ്റ്റ് ത്രൂ ദ സൈയിങ് ട്രീസ്. ദ ട്രീസ് വിൽ ബി murmuring, the leaves of the trees will be making a sound, a murmuring sound when the wind blows through them. ഇപ്പോൾ കാറ്റടിക്കുമ്പോൾ ഇലകൾ ഉണ്ടാക്കുന്ന ഒരു സൗണ്ട്, അതൊരു സൈയിങ് സൗണ്ട് പോലെയാണ്. സോ ദാറ്റ്സ് വാട്ട് ഇറ്റ് ഇസ് മെൻഷൻ ബൈ സൈയിങ് ട്രീസ്. ഇപ്പോൾ കാറ്റ്
വീശുമ്പോൾ മരങ്ങൾ ഒച്ചയുണ്ടാക്കുന്നതും മറ്റൊരു ബ്രീസ് വരാനുമൊക്കെ ആയിട്ട് ഫ്രീ ബേർഡ് അവിടെ റിലാക്സ് ചെയ്ത് എൻജോയ് ചെയ്ത് നേച്ചറിനെ അത് മാക്സിമം എൻജോയ് ചെയ്യുകയാണ്. ആൻഡ് ഇറ്റ്സ് ഓൾസോ ഡിസൈറിങ്, വെയിറ്റിംഗ് ദെയർ, ഡ്രീമിങ് അബൌട്ട് ദ ഫാറ്റ് വേംസ് വെയിറ്റിംഗ് ഓൺ എ ഡോൺ ബ്രൈറ്റ് ലോൺ. So on the daytime, during daytime it is waiting there for the good food, fat worms, നല്ല കൊഴുത്ത പുഴുക്കളെയൊക്കെ കിട്ടാനായിട്ട്. That means good food it is enjoying. So already we have mentioned white man representative ആണെന്ന്. So how much they were enjoying life. White man സംബന്ധിച്ച് they were having all the facilities of life, they were having all luxurious style of life, they were going through it. And what about the Afro-Americans? They were suffering a lot, they were not even having enough freedom to live. അതാണ് മെൻഷൻ ചെയ്യുക. ഡിഫറൻസ് ആണ് ഇവിടെ പോയിട്ട് പറയുക. സോ ദ വൈറ്റ് മാൻ ഹിയർ ഇറ്റ് ഇസ് മെൻഷൻ ത്രൂ ദ സിമ്പിൾ ദ ഫ്രീ ബേർഡ് ഇറ്റ് ഇസ് വെയിറ്റിംഗ് ഫോർ ഡിസൈറിംഗ് ഫോർ ഗുഡ് ഫുഡ് ടു എൻജോയ് ആൻഡ് ഓൺ എ ഡോൺ bright lawn, it's enjoying sunlight, the bright sunlight on the grassland, on the lawn, on the meadow. And he names the sky zone, and again the free bird is calling. Naming here means claiming, claims the sky as a own. Again it is saying that the sky is my own. ഈ ആകാശം മുഴുവൻ എൻ്റെ സ്വന്തമാണെന്നത് വീണ്ടും അവകാശപ്പെട്ടുകൊണ്ടേയിരിക്കുന്നു, because it is enjoying the nature itself. And next stanza again comes back to the caged bird. But a caged bird stands on the grave of dreams. What is the condition of the caged bird then? The caged bird stands on the grave of dreams. Grave means the tomb of dreams. So for the caged bird, all its dreams are unfulfilled. അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ ഒരിക്കലും പൂർത്തീകരിക്കാനാവാത്തതാണ്, ഒരിക്കലും സാക്ഷാത്കരിക്കപ്പെടാൻ ആവാത്തതാണ്. ദാറ്റ്സ് വാട്ട് ദ പോയറ്റ് സേസ്, ഗ്രേവ് ഓഫ് ഡ്രീംസ്, ദ ടോംബ് ഓഫ് ഹിസ് ഡ്രീംസ്. അതിന് തന്നെ സ്വപ്നങ്ങളെ കുഴിച്ചു മൂടി അതിൻ്റെ ശവകുടീരത്തിലാണ് ഈ കേസ്ഡ് ബേർഡ് വെയിറ്റ് ചെയ്യുക എന്നാണ് പോയറ്റ് പറയുക. ദ ടൂംബ് ഓഫ് ഡ്രീംസ് മീൻസ് ഇറ്റ് ഇസ് വെയിറ്റിംഗ് ദെയർ വിത്ത് അൺഫുൾഫിൽഡ് ഡ്രീംസ്. ഒരിക്കലും നടക്കാത്ത സ്വപ്നങ്ങളുടെ ടൂംബ് മീൻസ് ശവകുടീരം എന്നൊക്കെ പറയുന്നത്. സോ വേർ ദ ഡെഡ് ബോഡീസ് ആർ ബറീഡ്. സോ ഇറ്റ് ഇസ് വെയിറ്റിംഗ് ദെയർ ഓൺ ദ ഗ്രേവ് ഓഫ് ഇറ്റ്സ് ഓൺ ഡ്രീംസ് ആൻഡ് ഇറ്റ്സ് ഷാഡോ ഷൗട്ട്സ് ഓൺ എ നൈറ്റ്മെയർ സ്ക്രീം. സോ ഇറ്റ് ഇസ് ഓൾവേസ് ഹാവിങ് നൈറ്റ്മെയർസ്. നൈറ്റ്മെയർ മീൻസ് ബാഡ് ഡ്രീംസ്. അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ പേടിപ്പെടുത്തുന്നതാണ്. ഒരിക്കലും നല്ല സ്വപ്നങ്ങൾ, ഫ്രീഡം അല്ലെങ്കിൽ എൻജോയ്മെൻറ്റ്, ലൈഫ് എൻജോയ് ചെയ്യുന്നതൊന്നും അതിന് സ്വപ്നം കാണാൻ പറ്റുന്നില്ല. ഓൾ ഇറ്റ്സ് ഡ്രീംസ് ആർ നൈറ്റ്മെയർസ് ആൻഡ് ഇറ്റ് ഇസ് സ്ക്രീമിങ്, ഇറ്റ്സ് ഷാഡോ ഇസ് സ്ക്രീമിങ്. ഇറ്റ്സ് ലൈക്ക് ദ ഷാഡോ സ്റ്റാൻഡിങ് ദെയർ. സോ ദ caged bird is standing there in the cage as a shadow of its dreams and all the nightmares are disturbing it. അതിൻ്റെ സ്വപ്നങ്ങളൊക്കെ നൈറ്റ്മെയർസ് ആവുന്നു. ഇറ്റ് ഇസ് സ്ക്രീമിങ്, ഇറ്റ്സ് ക്രൈ ഈസ് ലൈക്ക് എ സ്ക്രീം ടുവേർഡ്സ് എ നൈറ്റ്മെയർസ്. ദുസ്വപ്നം കണ്ട് അലറി വിളിക്കുന്ന പോലെ, നിലവിളിക്കുന്നത് പോലെയാണ് അതിൻ്റെ ഒച്ച, അതിൻ്റെ കരച്ചിൽ കേൾക്കുന്നത്. ഹിസ് വിങ്സ് ആർ ക്ലിപ്ഡ് ആൻഡ് ഹിസ് ഫീറ്റ് ആർ ടൈഡ് സോ ഹി ഓപ്പൺസ് ഹിസ് ത്രോട്ട് ടു സിംഗ്. അതിൻ്റെ വിങ്സ് ക്ലിപ്ഡ് ആണ്. അഗെയിൻ അതിൻ്റെ കണ്ടീഷൻ പോയിട്ട് മെൻഷൻ ചെയ്യുകയാണ്. ഇറ്റ്സ് എ റെപ്പിറ്റേഷൻ. Already it is mentioned, clipped and his feet are tied so he opens his throat to sing. So why the poet is repeating some lines again and again? എന്തുകൊണ്ടാണ് കവിതകളിൽ ചില വരികൾ ആവർത്തിക്കപ്പെടുന്നത്? ഇറ്റ് ഈസ് ടു എംഫസൈസ് ഓൺ ഇറ്റ്. ആ പറയുന്ന കാര്യങ്ങളെ ഒന്നുകൂടി ഉറപ്പിച്ച് പറയാം, അല്ലെങ്കിൽ അത് അത്രയും തീവ്രമാണ്, അത്രയും ഇൻറ്റൻസ് ആണ് ആ ഫീലിംഗ് എന്ന് കാണിക്കാനായിട്ടാണ് സം ലൈൻസ് റിപ്പീറ്റഡ്. സോ വി ക്യാൻ സീ ദാറ്റ് ദീസ് ലൈൻസ് വെയർ മെൻഷൻഡ് ഏർലിയർ. These lines were there in the stanza that we have mentioned earlier. So it is repeated to show the intensity of the feeling of the caged bird. Caged birdൻ്റെ ഫീലിങ്ങിൻ്റെ ഇൻറ്റൻസിറ്റി കാണിക്കാനാണ് ഈ ലൈൻസ് വീണ്ടും റിപ്പീറ്റ് ചെയ്തിരിക്കുന്നത്. ആൻഡ് ഇറ്റ് കുഡ് ഡു നത്തിങ് എൽസ് ആൻഡ് ഇറ്റ് ഇസ് ജസ്റ്റ് ഓപ്പണിങ് ഇറ്റ്സ് മൗത്ത് ആൻഡ് സിംഗിങ്. തൊണ്ട തുറന്നത് പാടുകയാണ്, അത് മാത്രമേ അതിന് ചെയ്യാനായിട്ട് പറ്റുള്ളൂ. ആൻഡ് ദ ലാസ്റ്റ് സ്റ്റാൻസ ഈസ് ഓൾസോ ദ റെപ്പിറ്റേഷൻ ഓഫ് ദ തേർഡ് സ്റ്റാൻസ. തേർഡ് സ്റ്റാൻസയും സിക്സ് സ്റ്റാൻസയും സെയിം ആണ്, because the poet wants to emphasize the pitiable or the pathetic condition of the caged bird. അതിനാണ് വീണ്ടും ആ കേജ്ഡ് ബേർഡിൻ്റെ കാര്യം ആ തേർഡ് സ്റ്റാൻസയിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ തന്നെ സിക്സ് സ്റ്റാൻസയിൽ അഗെയിൻ മെൻഷനിങ്. ദ കേജ്ഡ് ബേർഡ് സിങ്സ് വിത്ത് എ ഫിയർഫുൾ trill. The sound of the caged bird is filled with fear and it's an unpleasant high tone. മനോഹരമായ മ്യൂസിക്, മനോഹരമായ പാട്ടൊന്നും അല്ല കേജ്ഡ് ബേർഡിൻ്റെ പാട്ടെന്ന് പറയുന്നത്. It is an unpleasant sound that is filled with fear and also a high tone. It's not a beautiful music to be enjoyed. And it is singing about things that are unknown. Here it mentions the freedom that it has not yet experienced. ഇതുവരെ അത് എക്സ്പീരിയൻസ് ചെയ്യാത്ത ഫ്രീഡത്തെക്കുറിച്ചാണ് അത് പാടിക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ടു വിച്ച് ഇറ്റ് ഇസ് ലോങ്ങിങ് ഫോർ. ഇപ്പോഴും അത് ആഗ്രഹിച്ചുകൊണ്ടിരിക്കുന്ന എന്നാൽ അൺനോൺ ആയിട്ട് തുടരുന്ന ഫ്രീഡം. ദാറ്റ്സ് വാട്ട് ഇറ്റ് ഈസ് സിംഗിങ് ഫോർ. ആൻഡ് ഇസ് ട്യൂൺ ഇസ് ഹേർഡ് ഓൺ ദ ഡിസ്റ്റന്റ് ഹിൽ ഫോർ ദ കേജ്ഡ് ബേർഡ് സിങ്സ് ഓഫ് ഫ്രീഡം.
And even though it is tied, its wings are clipped, its feet are tied, it's caged, a sound could be heard even in the distant hill because it is singing for freedom. The songs are about freedom. So it could be heard even at the distant hills. അതിൻ്റെ സൗണ്ടിനെ ഒരിക്കലും ആർക്കും സപ്രസ് ചെയ്യാനായിട്ട് പറ്റില്ല. അതിങ്ങനെ പാടിക്കൊണ്ടേയിരിക്കുന്നു. അതൊരിക്കലും ഒരു പ്ലസൻറ്റ് സൗണ്ട് അല്ല, ഫിയർ നിറഞ്ഞിരിക്കുന്ന ഒരു സൗണ്ടാണ്, അൺപ്ലസൻ്റ് ആയിട്ടുള്ള സൗണ്ടാണ്. പക്ഷേ അത് പാടിക്കൊണ്ടേയിരിക്കുന്നു ബിക്കോസ് ഇറ്റ് വാണ്ട്സ് ഫ്രീഡം. ആൻഡ് that's what his longing for freedom and equality cannot be dismissed. That's what the poet expresses through these lines. And freedom is the birthright of each and every individual. Hope you understood the poem. If you have any doubt regarding this, kindly ask about it.